സോ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, അതുപോലെ എക്സ്പെൻസ് റേഷ്യോ, ഇതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് റേഷ്യോ എക്സ്പ്രസ്സസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റും സെയിൽസും, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ, അതായത് ബിസിനസ് ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റിനെയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഓവറോൾ എഫിഷ്യൻസി ഇൻ ഓപ്പറേറ്റിംഗ് ദ ബിസിനസ്. സോ ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. സോ ഇതിൻ്റെ കോമ്പണൻസ് ആയിട്ട് വരുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. എന്താണ് ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കൂടെ കൂടിയത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ഐറ്റംസ് ആണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, അതുപോലെ ഫിനാൻഷ്യൽ എക്സ്പെൻസസ്. സോ ഈ ഫിനാൻഷ്യൽ എക്സ്പെൻസസിൽ ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടേം ലോൺസ്, ബാഡ് ഡെറ്റ്സ്, ഡിസ്കൗണ്ട് അലൗഡ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതേസമയം ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ലോൺ, ഡിബഞ്ചേഴ്സ് ഇതൊന്നും ഇൻക്ലൂഡഡ് അല്ല. കാരണം ഇതെല്ലാം നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ലോങ് ടേം ലോണിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റും ഡിബഞ്ചേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റും അതെല്ലാം എന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. സോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്നുള്ള കാറ്റഗറിയിൽ ഷോർട്ട് ടേം ലോണുമായി ബന്ധപ്പെടുന്ന ബാഡ് ഡെറ്റ്സ്, ഡിസ്കൗണ്ട് അങ്ങനെയുള്ള ചെറിയ പീരീഡിലേക്കുള്ള ഫിനാൻഷ്യൽ എക്സ്പെൻസസുകൾ മാത്രമാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കാറ്റഗറിയിൽ പെടുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്കറിയാവുന്നതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് വേജസ് പ്ലസ് ഓൾ അതർ ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. സോ ഇത് രണ്ടും കൂടെ കൂടിയതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി വരുന്ന ബേസിക്കായിട്ട് വേണ്ടി വരുന്ന എക്സ്പെൻസുകളെയെല്ലാം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. അതും നെറ്റ് സെയിൽസും. നെറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രോസ് സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ കുറച്ചാൽ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. ഇനി എന്താണ് ഈ ഗ്രോസ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും, അതായത് നമ്മളുടെ ബിസിനസ്സിൻ്റെ കംപ്ലീറ്റ് സെയിൽസിനെ കൂട്ടിയാലാണ് ഗ്രോസ് സെയിൽസ് ആകുന്നത്. അതിൽ നിന്നും സെയിൽസ് റിട്ടേൺ കുറച്ചാൽ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. സോ ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഓപ്പറേറ്റിംഗ് റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് ഐഡിയൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ എത്രയാണ് പറയുന്നത്? 75% ടു 80% വരെ, 85% വരെ, അതായത് 75 മുതൽ 85% വരെ ഓപ്പറേറ്റിംഗ് റേഷ്യോ ആവാം. സോ എന്താണ് ഈ ഓപ്പറേറ്റിംഗ് റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ജനറൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് എൻ എൻ്റർപ്രൈസ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ ആ ബിസിനസ്സിൻ്റെ കോസ്റ്റ് മെഷർ ചെയ്താൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഓപ്പറേറ്റിംഗ് റേഷ്യോയിലൂടെ ആ ബിസിനസ്സിന് വരുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ എത്രയാണ്, ടോട്ടൽ സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ബിസിനസ്സിന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലെവലിൽ വരുന്നത്, അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. സോ ഇറ്റ് മെഷേഴ്സ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ദി ബിസിനസ്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിങ് ദി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ദി ബിസിനസ്. സപ്പോസ് ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വളരെ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യും. സോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഏതൊക്കെ ഓപ്പറേറ്റിംഗ് ഐറ്റത്തിനാണ് നമുക്ക് ഇൻക്രീസ് വന്നിട്ടുള്ളത് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇറ്റ് മെഷേഴ്സ് ദി എഫിഷ്യൻസി ഓഫ് ദ മാനേജ്മെൻറ്റ് ഇൻ ഓപ്പറേറ്റിംഗ് ദ ബിസിനസ്. അതാണ് മെയിനായിട്ട് ഓപ്പറേറ്റിംഗ് റേഷ്യോൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുക? ഓപ്പറേറ്റിംഗ് റേഷ്യോ കുറവാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സിഗ്നലാണ്. അതായത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സൈൻ ഓഫ് എഫിഷ്യൻസി, ദാറ്റ് ഈസ് ഹയർ ഈസ് ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ കുറവാണെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുതലാണ് എന്നർത്ഥം. അതായത് 75% ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്നുണ്ടെങ്കിൽ ബാക്കി 25% ആണ് നമ്മളുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. സോ ഈ റേഷ്യോ കുറവാവുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം നമ്മളെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം ഹൈ റേഷ്യോ ആണെന്നുണ്ടെങ്കിലോ ഈ നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് റേഷ്യോനേക്കാളും കൂടുതലായിട്ട് പോവുകയാണെങ്കിൽ, ദാറ്റ് ഈസ് 85%നേക്കാളും കൂടുതലാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ദ മാർജിൻ for meeting non-operating expense, creating reserve and paying dividend is less.
അതായത് നമ്മൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ അളവ് കുറവാണ്. സോ അതുകൊണ്ട് നമ്മൾക്ക് ഇനിയും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനുണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിബഞ്ചേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, അതുപോലെ ലോങ് ടേം ലോൺസിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ഇതെന്തായാലും മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റുകളൊക്കെയാണ്, കൊടുക്കേണ്ട എക്സ്പെൻസുകളാണ്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണെന്നുണ്ടെങ്കിലും അത് നമ്മൾ പേ ചെയ്യേണ്ടതാണ്. ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് തികയില്ല, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് തികയില്ല. അതാണ് ഇവിടെ ഹൈ റേഷ്യോ കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഒരു ഹൈ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നല്ല സിമ്പിളല്ല. റേഷ്യോ കൂടുന്തോറും നമ്മളുടെ പ്രോഫിറ്റിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോബ്ലം നോക്കാം. സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺസ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, സെല്ലിംഗ് എക്സ്പെൻസസ് ആൻഡ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഇത്രയും ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഇക്വൽ ടു, നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. ഓക്കെ, സോ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് പ്രോബ്ലത്തിൽ നേരിട്ട് തന്നിരിക്കുന്നു 4,80,000 ആണ്. അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എത്രയാണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ ഇവിടെ 2 ഐറ്റംസാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലെവലിൽ വരുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസും. പ്രൊവിഷൻ ഫോർ ടാക്സേഷനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല, ഇറ്റ് ഈസ് എ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. സോ ഈ 2 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4,50,000ഉം 45,000 അതുപോലെ 75,000, ഇത് രണ്ടുമാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വരുന്നത്. സോ ഈ 4,80,000 പ്ലസ് 45,000 പ്ലസ് 75,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കിട്ടുന്നു. ഇനി നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് നെറ്റ് സെയിൽസ് ആണ്. നെറ്റ് സെയിൽസ് നമുക്ക് സെയിൽസിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺസും തന്നിട്ടുണ്ട്. സോ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺസ് കുറച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് സെയിൽസ് കിട്ടും. സോ നെറ്റ് സെയിൽസ് ഇവിടെ 7,50,000 നിന്നും സെയിൽസ് റിട്ടേൺ ആയിട്ടുള്ള 10,000 കുറച്ചിട്ടുണ്ടെങ്കിൽ 7,40,000 കിട്ടും. ഓക്കെ, സോ 7,40,000 ആണ് ഇവിടെ നമുക്ക് നെറ്റ് സെയിൽസ്. ഇനി നമുക്ക് ഓക്കെ, ഇവിടെ നമുക്ക് അപ്പോൾ 2 ഐറ്റംസും 2 കോമ്പണൻസും നമുക്ക് കിട്ടി. സോ നമുക്ക് ഇത് ബേസ് ചെയ്തുകൊണ്ട് ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇസ് ഇക്വൽ ടു ഓപ്പറേറ്റിംഗ് റേഷ്യോ നമുക്ക് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് 4,80,000 പ്ലസ് 45,000 പ്ലസ് അതുപോലെ 75,000 ഡിവൈഡഡ് ബൈ 7,40,000. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റു 100, ഇത് നമ്മൾ പെർസെൻറ്റേജിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് കിട്ടുക എന്നുള്ളത് നോക്കാം. സോ 4,80,000 പ്ലസ് 45,000 പ്ലസ് 75,000, സോ ടോട്ടൽ 6 lakh ആണ് നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ 6 lakh ഡിവൈഡഡ് ബൈ നമുക്ക് സെയിൽസ് എത്രയാണ്? 7,40,000 ആണുള്ളത്. സോ 7,40,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 81.08, ദാറ്റ് ഈസ് 81%. ഓക്കെ, സോ 81% ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത് 75 to 85, ഇതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഐഡിയൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. സോ നമുക്കിവിടെ 81 ആണ് കിട്ടിയിരിക്കുന്നത്. സോ അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മളുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനും അവിടെ ബുദ്ധിമുട്ടില്ല. നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകൾ മീറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ ഇത്രയാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഇതിനുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. സോ ഇവിടെ ഇക്വേഷൻ വരുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഇക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. സോ എന്താണ് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നെറ്റ് സെയിൽസിൽ നിന്നും
ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഇത് രണ്ടുമാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. സോ നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ കാണാം. എങ്ങനെ? നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. സോ ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഈ ഐറ്റംസ് ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ് നെറ്റ് പ്രോഫിറ്റും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ റിവേഴ്സ് എടുത്തിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ബാക്ക് ചെയ്യുന്നു. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ബാക്ക് ചെയ്യുന്നു, അതിൽ നിന്നും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറയ്ക്കുന്നു. സപ്പോസ് നമുക്ക് ഈ ഐറ്റംസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇതൊന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട മെത്തേഡാണ് ഗ്രോസ് ഇത്. അതായത് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. സോ എന്താണ് ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്? ഡൊണേഷൻ, ചാരിറ്റീസ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, പ്രിലിമിനറി എക്സ്പെൻസസ്, പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് എക്സെട്ര. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ലോൺ, അതുപോലെ അതൊക്കെ എന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളാണ്. ഇനി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എക്സെട്ര. ലോങ് ടേം ഡെപ്പോസിറ്റിന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റും ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നതും പ്രോഫിറ്റ് ഓൺ ദ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റും ഇതെല്ലാം നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. സോ നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യുകയും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ദെൻ നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്. സോ ഈ റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ സിഗ്നിഫിക്കൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ട്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ്. ഇവിടെ നമ്മൾ കോസ്റ്റ് അല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. സോ നമ്മളുടെ ബിസിനസ്സിൻ്റെ റിസൾട്ട്, ആ റിസൾട്ട് പ്രോഫിറ്റിലൂടെയാണ് കാണിക്കുക. ആ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഈ റേഷ്യോ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഹൗ എഫിഷ്യൻ്റ്ലി ദ ബിസിനസ് ഈസ് ബീയിങ് ഓപ്പറേറ്റഡ്, അതായത് ഓപ്പറേഷണൽ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഉപയോഗിക്കുന്നത്. ഇനി അതിനെ നമ്മൾ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഓപ്പറേറ്റിംഗ് റേഷ്യോയിൽ നമ്മൾ എന്താണോ പറഞ്ഞത്, ഹൈ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിൾ അല്ല, അതേസമയം ലോ റേഷ്യോ ആണ് നല്ല സിമ്പിൾ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയിൽ വരുന്നത്. കാരണം ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഹൈ ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. അതായത് നമുക്കറിയാം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം നമ്മളുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂടുതലാണ് എന്നർത്ഥം. അതേസമയം ലോ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് സിമ്പിൾ. ഓക്കെ, സോ അതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ പറയുന്നത്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓപ്പറേറ്റിംഗ് റേഷ്യോ എത്രയാണോ വരുന്നത് അത് 100ൽ നിന്നും ഓപ്പറേറ്റിംഗ് റേഷ്യോ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആകും. ഇവിടെ നോക്കുക, കമ്പ്യൂട്ട് ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഫ്രം ദ ഫോളോയിങ്. നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ് സെയിൽസ് ലെസ് റിട്ടേൺസ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, സെല്ലിംഗ് എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ്, അതുപോലെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഇത്രയും ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. സോ എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സെയിൽസ് എന്നുള്ള ഐറ്റം ഉണ്ട്. അതുപോലെ സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കണം. പിന്നെ എന്ത് കുറയ്ക്കണം? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയ്ക്കണം. സോ ഇവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് വന്നിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസും ആണ്. സോ ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇസ് ഇക്വൽ ടു 8 lakh മൈനസ് 5,60,000, 50,000, 30,000. ഇത് മൂന്നും ആഡ് ചെയ്തിട്ട് 8 lakhൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 1,60,000 ആണ്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക.
ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇസ് ഇക്വൽ ടു 1,60,000. ഇനി നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് നമുക്കവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സെയിൽസ് ലെസ് റിട്ടേൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 lakh ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് 1,60,000 നോമിനേറ്റർ ആയിട്ടും ഡിനോമിനേറ്റർ ആയിട്ട് 8 lakhും കിട്ടി. സോ എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക? 1,60,000 ഡിവൈഡഡ് ബൈ 8 lakh ഇൻറ്റു 100. അത് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 20%. ഓക്കെ, സോ 20% ആണ് നമുക്കിവിടെ കിട്ടുന്ന റേഷ്യോ. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 20% ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ എത്രയായിരിക്കും വരിക? ഓപ്പറേറ്റിംഗ് റേഷ്യോ 80% ആയിരിക്കും വരിക. അതായത് 100ൽ നിന്നും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ കിട്ടും. അതേപോലെ തന്നെ 100ൽ നിന്നും ഓപ്പറേറ്റിംഗ് റേഷ്യോ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടും. ഓക്കെ, അതാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയും തമ്മിലുള്ള കണക്ഷൻ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എക്സ്പെൻസ് റേഷ്യോ ആണ്. When operating ratio is further analyzed, we get expense ratios, that is breakup of operating ratio. ഓപ്പറേറ്റിംഗ് റേഷ്യോയിൽ നമ്മൾ പറഞ്ഞു കുറേ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകൾ, അതും നമ്മളുടെ നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഈ ഓപ്പറേറ്റിംഗ് റേഷ്യോനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ അതൊക്കെ എക്സ്പെൻസുകളാണ്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി എക്സ്പെൻസസുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എക്സ്പെൻസ് റേഷ്യോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? സം ടോട്ടൽ ഓഫ് ഓൾ എക്സ്പെൻസ് റേഷ്യോസ് വുഡ് ബി ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓക്കെ, സോ അവിടെ നമുക്ക് ഏതൊക്കെ റേഷ്യോസാണ്? നമുക്ക് അറിയാവുന്ന റേഷ്യോസ് തന്നെയാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റേഷ്യോ എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതുപോലെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇനി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് റേഷ്യോ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ലൈക്ക് ഫിനാൻസ് എക്സ്പെൻസ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഫിനാൻസ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. സോ നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിനെ, കോസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, ഫിനാൻസ് എക്സ്പെൻസസ്. ഇതിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് നെറ്റ് സെയിൽസുമായിട്ട് കണക്ട് ചെയ്തിട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് വേരിയസ് എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വൺ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. എന്താണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ പഠിച്ചു. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റും അതേപോലെ സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഇറ്റ് മെഷേഴ്സ് ദ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ബിസിനസ്. ഗ്രോസ് പ്രോഫിറ്റിൽ നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ. അതായത് നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ്, അതിൻ്റെ റേഷ്യോ മാത്രമാണ് നമ്മളിവിടെ അവിടെ മെഷർ ചെയ്തത്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയ്ക്കുകയും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ്, അതായത് നമ്മൾ കാണുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫൈനൽ റിസൾട്ട്, ആ നെറ്റ് പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. സോ ഇവിടെ രണ്ട് കോമ്പണൻസ് ആണ് വരുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഇസ് ഇക്വൽ ടു ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അതുപോലെ നെറ്റ് സെയിൽസ് ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്. ഇതിൽ തന്നെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ തന്നെ രണ്ട് തരത്തിൽ നമുക്ക് കാണാം. പ്രോഫിറ്റ് ബിഫോർ ടാക്സും അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും. എന്താണ് ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റ്. നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുത്ത് ലാസ്റ്റാണ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യുക. സോ ഈ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേസമയം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് നമ്മൾ ടാക്സും കൂടെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് ഉള്ളത് അതും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇത് രണ്ട് സാഹചര്യത്തിലാണ് നമ്മൾ ഏത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാം. വെൻ ദ പർപ്പസ് ഈസ് ടു മെഷർ മാനേജീരിയൽ എഫിഷ്യൻസി. നമ്മൾ മാനേജീരിയൽ എഫിഷ്യൻസി മെഷർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് വേണ്ടത്. അതേസമയം നമ്മൾ രണ്ട് കമ്പനികളെ തമ്മിൽ കമ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റേഷ്യോ പ്രോഫിറ്റ് ആഫ്റ്റർ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്.
ഓക്കെ. സോ ഈ രണ്ട് തരത്തിലുള്ള റേഷ്യോസും നമ്മൾ ഓർത്ത് വയ്ക്കുക. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഏത് റേഷ്യോ ആണോ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഓക്കെ. സോ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ പറയുന്നത് 5 to 10% ആണ്. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 20 to 25 പറഞ്ഞപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് ലെവൽ 5% to 10% വരെയാണ്. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എഫിഷ്യൻസി ആസ് വെൽ ആസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ്. That is, it determine the returns to the owners. That is, it indicates how much of the sales is left after meeting all expenses. എല്ലാ എക്സ്പെൻസുകളും മീറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളും എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണ് ലാസ്റ്റ് കിട്ടുന്ന പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് നമ്മൾ സെയിൽസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലാഭം, ഫൈനൽ പ്രോഫിറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷനും നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ പറഞ്ഞതുപോലെ ഹൈ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ സൂചിപ്പിക്കുന്നത് ബെറ്റർ പ്രോഫിറ്റബിലിറ്റി ആണ്, അതായത് ഹൈ റിട്ടേൺ ആണ്, ഷെയർ ഹോൾഡേഴ്സിന് ഹൈ റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. സോ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ മറ്റേതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ നെറ്റ് പ്രോഫിറ്റ് സെയിൽസും തമ്മിലുള്ള പ്രൊപ്പോർഷനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ലാസ്റ്റ് എല്ലാ റേഷ്യോസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഈ 4 റേഷ്യോസും കൂടെ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ എന്തൊക്കെ ഐറ്റംസ് തന്നിട്ടുണ്ട്? സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, വേജസ്, ഗ്രോസ് പ്രോഫിറ്റ്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, സെല്ലിംഗ് എക്സ്പെൻസസ്, പിന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് ആദ്യം നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഒന്നാമതായിട്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, GP റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഐറ്റംസ് എടുക്കാം, കാരണം ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും 3,25,000. സോ 3,25,000 ഡിവൈഡഡ് ബൈ സെയിൽസ് എന്ന് പറയുന്നത് 5 lakh ഇൻറ്റു 100. സോ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 65%. അപ്പോൾ ഓർക്കുക, നമ്മളുടെ സ്റ്റാൻഡേർഡ് ലെവൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് ലെവൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 75 to 85% വരെയാണ്. അപ്പോൾ ഇവിടെ നോർമൽ ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ. ഇനി രണ്ടാമത്തെ റേഷ്യോ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. സോ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. സോ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ എത്രയാണ്? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 2,40,000. So 2,40,000 divided by 5 lakh into 100. That is, അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 48%. സോ ഇവിടെ നമുക്ക് നല്ലൊരു സിമ്പിളാണ്. കാരണം എന്താണ്? നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കൂടുതലാണ്, 845%. നമ്മളവിടെ റേഞ്ച് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 5 to 10% വരെയാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത്. അതിനേക്കാളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് വളരെ ഉണ്ട്. പക്ഷേ ഗ്രോസ് പ്രോഫിറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എങ്കിൽ കൂടി നമ്മളുടെ എക്സ്പെൻസസുകൾ കുറഞ്ഞതായതുകൊണ്ട്, അതായത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും കുറവായതുകൊണ്ടാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഇത്രയും കൂടുതൽ കിട്ടാനുള്ള കാരണം. ഓക്കെ. ഇനി അടുത്ത റേഷ്യോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ. എന്താണ് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസുമാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ഈ ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടുള്ള 35,000ഉം 25,000ഉം കുറച്ച് കഴിഞ്ഞാൽ 3,25,000 മൈനസ് ഏതൊക്കെയാണ്? 35,000 പ്ലസ് 25,000. സോ ഇത് രണ്ടും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് കിട്ടുന്നത്? 2,65,000. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 2,65,000. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു 2,65,000 ഡിവൈഡഡ് ബൈ 5 lakh ഇൻറ്റു 100. എത്രയാണ് കിട്ടുന്നത്?
53%. അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് ആവശ്യത്തിനുണ്ട്. അതാണ് ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അത്രയും കൂടുതലായതുകൊണ്ടാണ് ഫൈനലി നമുക്ക് നെറ്റ് പ്രോഫിറ്റും കൂടുതലായിട്ടുള്ളത്. ഓക്കെ, കാരണം എന്താണ്, ഇവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വളരെ കുറഞ്ഞു പോയിരുന്നു, അതുകൊണ്ടാണ്. അതേസമയം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വളരെ കൂടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കുറഞ്ഞതുപോലെ ബാക്കിയുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയും കുറയുമായിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് 53% ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 53% ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ എത്രയായിരിക്കും ഉണ്ടാവുക? നമ്മൾ പഠിച്ചിട്ടുള്ള തിയറി പ്രകാരം 100-ൽ നിന്നും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 53% കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 47%. അതായിരിക്കണം ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓക്കെ, സോ ഓപ്പറേറ്റിംഗ് റേഷ്യോ നമ്മളല്ലാതെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, 4ാമത്തെ ഐറ്റം ഓപ്പറേറ്റിംഗ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. സോ ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ പർച്ചേസസ് പ്ലസ് വേജസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അത് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേറൊരു വഴിയുണ്ട്. എന്താണ്? സെയിൽസിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റ് കുറയ്ക്കുക. സെയിൽസിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കിട്ടുന്നത്. അത് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. സോ എത്രയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളത് നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 5 lakh minus 3,25,000, ദാറ്റ് ഈസ് 1,75,000. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസും കൂടെ കൂട്ടിയത്, അതായത് 35,000-ഉം 25,000-ഉം കൂടെ കൂട്ടിയത്, ദാറ്റ് ഈസ് 60,000. സോ 60,000 ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആയിട്ടുള്ള എത്ര കിട്ടും? 2,35,000 കിട്ടും. ഓക്കെ, സോ നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കിട്ടി. ഇനി ഓപ്പറേറ്റിംഗ് കോസ്റ്റും 2,35,000-ഉം അതുപോലെ നെറ്റ് സെയിൽസ് ആയിട്ടുള്ള 5 lakhും തമ്മിലുള്ള റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ഓപ്പറേറ്റിംഗ് റേഷ്യോ 47% കിട്ടും. ഓക്കെ, സോ ഈ ഓപ്പറേറ്റിംഗ് റേഷ്യോ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു. ഇങ്ങനെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 100-ൽ നിന്നും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് റേഷ്യോ കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോഫിറ്റബിലിറ്റി ബേസ്ഡ് ഓൺ സെയിൽസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ.